നോമ്പ് തുടങ്ങിയപ്പോ ജിമ്മി പോക്കാൻ നിർത്തി. അവിടേക്ക് വീണ്ടും പോവാണ്. അവിടെ നോമ്പ് തുറണ്ട് നമ്മളവിടെ എത്തുമ്പോഴത്തേനും പായവിരിക്കലൊക്കെ കഴിഞ്ഞിരിക്കണം. ആദ്യം തന്നെ വയറുള്ളി പിടിക്കട്ടെ. ഇവനാണ് ഫാസില്, ട്രെയിനറും കൂടിയാണ്. ഇവിടെ അവനാണെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കയ്യ പൊങ്ങും. കയ്യമ്മ മസലിന്റെ അഹങ്കാരാണ്. ദേ അടുത്ത ആള് ശ്രീജിത്തേട്ടൻ. ഈടാവാട്ട എന്റെ ആശാൻ. ഇതാണ് അൻവർക്ക. ആശാന്മാരോടൊക്കെ ആശാനാണ് ഈടാവ്. പണിയെടുക്കുന്ന ഒരുത്തൻ, വളർന്നു വരുന്ന ഒരു ട്രെയിനർ കൂടിയാട്ടെ. 2 ഹോളിലായിട്ടാണ് നമ്മുടെ പിള്ളേരൊക്കെ പരിപാടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാങ്ക കൊടുക്കാണ്ട് മുമ്പ് വിളമ്പല് തീർന്നാൽ മതിയായിരുന്നു. ദേ വന്ന് ട്രെഡ്മില്ലിന്റെ രാജാവായിട്ടുള്ള ബാദുഷക്ക. എങ്ങനെ ഒരുങ്ങി വന്നാലും ഇവിടെ വന്നാൽ പണിയെടുക്കണട്ടാ. ദേ ആദ്യമൊക്കെ കണ്ടില്ലേ പണിയെടുക്കണേ, നല്ല സാലിഹത്തായ ഒരു മോനാട്ടവൻ. അങ്ങനെ പറഞ്ഞാലാണ് ഈ ഫീസ് വയ്ക്കാതിരിക്കുള്ളൂ. ഈ കാര്യക്കും കൂടി വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാട്ടാ. ഇവിടെ എല്ലാവരും വന്നിരുന്നാൽ മാത്രം മതി. ഷെമീർക്കൊക്കെ ഫോട്ടോഷൂട്ടിലാണ്. കുട്ടികൾക്ക് മസിൽ കാണിച്ചു കൊടുക്കണേ. നോമ്പ് തുറയായാലും മരിച്ചു വീടായാലും ഫയാസ് കട ആറ്റിറ്റ്യൂഡിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ ആശാനായിട്ട് ഇതിട്ട് നോമ്പറക്കട്ടെ. ക്യൂട്ട്നെസ് ഇട്ടിട്ട് നോമ്പറക്കണ്ട ഇവൻ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവനെ പറക്കിത്തീറ്റ് തുടങ്ങിയത്. ദൈന്റെ പാത്രത്തിലേക്ക് വരുന്നത്. അതിനിടയിൽ ഇവന്റെ മസിൽ പിടുത്തു. ജിമ്മിന്റെ ബിൽഡിംഗിൽ നിസ്കരിക്കാനുള്ള സൗകര്യമുള്ളത് കൊണ്ട് ഞാൻ പോയി നിസ്കരിക്കട്ടെ. ഇവിടെ ലെഗ് വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ലിഫ്റ്റിലൊക്കെ ഇറങ്ങി പോകട്ടെ. ഇവൻ ലിഫ്റ്റിൽ പോകാൻ വേണ്ടി നോക്കണതല്ല, ദമ്മ് പൊട്ടിക്കാണ്ട് മുമ്പുള്ള വാമപ്പാണത്രേ. എന്ന് ഞാനും പോയി സൈക്കിൾ ഓടട്ടെ. ഞാൻ മാത്രല്ല ട്രെഡ്മിൽ ഓടണവരും സ്റ്റെപ്പിൽ ഓടണവരൊക്കെ ഉണ്ട്. ഇവരെ വർക്കൗട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ദമ്മ് പൊട്ടിക്കാണ്. നല്ല അസ്ഥിൽ ചിക്കൻ ബിരിയാണിയാണ്. ശ്രീധരൻ പണിയെടുക്കുന്നത് വീടെടുക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിളമ്പൽ നിർത്തണില്ലേ. ഫുഡൊക്കെ സെറ്റായി. ഇങ്ങോട്ട് വല്ലരും വന്നിരുന്നാ മതി. ഇതേ പറയുമ്പോഴത്തേനും ചാടി കയറി വന്നിരിക്കണ 2 ഇവരാണ് ഇവിടുത്തെ ലേഡി ട്രെയിനർമാര്. വിഷന്നിട്ടുള്ള ഇരിപ്പ് തന്നെയാണ്. പാത്രത്തേക്ക് തട്ടിലാകണ്ട അറിയാം. എന്റെ കഷ്ടകാലത്തിന് ഞാൻ ചെന്നിരുന്നത് ഈ 2 ഗേ ഈസിന്റെ ഒപ്പാണ്. ഈ റമദാൻ മാസത്തിൽ എനിക്കൊന്നും കണ്ടുക്കാൻ പറ്റില്ലാട്ടാ. ഞാൻ വേഗം കഴിച്ചെണീക്കട്ടെ. ഭക്ഷണം കഴിച്ച സാധാരണ വയറല്ലെന്ന് അറിയാറ്. ഇവന്റെ കണ്ണാണ് അറിയണത്. ക്യൂട്ട്നെസ് ബേബി തട്ടാ ചെമ്പോളൊക്കെ തട്ടിക്കൊണ്ടിരിക്കണേ. അത് ഒറ്റക്ക് പോയിരുന്നിട്ട് ആശാമാര് ഫുഡ് കഴിപ്പിച്ച് നമ്മൾ ടാറ്റ പറയണ്. പരിപാടി കോർഡിനേറ്റ് ചെയ്ത നമ്മളെ 96 ഫിറ്റ്നസ് ടീമിന്റെ ഇവർക്കിന്റെ വലിയൊരു താങ്ക്സ് ട്ടാ.